ബാലരാമപുരത്ത് കാണാതായ കുട്ടിയുടെ മരണത്തിൽ ദുരൂഹത ബാക്കിയെന്ന വാർത്ത വിശദമായി പോലീസ് അന്വേഷിക്കുകയാണ്. ഇതിലൊരു കൊലപാതകം ഉണ്ടോ എന്ന സംശയം ഇപ്പോൾ പോലീസിനുണ്ട്. വീട്ടുകാരെല്ലാം കസ്റ്റഡിയിലായി എന്ന വാർത്ത കൂടി വരുന്നു. അച്ഛൻ, അമ്മ, അമ്മുമ്മ, അമ്മയുടെ സഹോദരൻ എന്നിവരെല്ലാം തന്നെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലായി. 2 വയസ്സുകാരിയായ ദേവേന്ദു കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഉറങ്ങിക്കിടന്ന കുട്ടിയെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയെന്ന് പറയുമ്പോൾ അതിനെ എന്തോ ഒരു പശപ്പശ കൊണ്ട് ഈ വൈരുദ്ധ്യമുള്ള സാഹചര്യമാണ്. അമ്മ മൊഴി മാറി മാറി പറയുന്നുവെന്നും വാർത്ത വരുന്നു. ഉമേഷ് ബാലകൃഷ്ണൻ ബാലരാമപുരത്ത് നിന്ന് ചേരുന്നു. ഉമേഷ്, കൂടുതൽ വിവരങ്ങൾ. യഥാർത്ഥത്തിൽ പോലീസിൽ നിന്ന് നമുക്കൊരു സ്ഥിരീകരണം ലഭിച്ചോ? ഇതൊരു കൊലപാതകമാണോ എന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയം ബാക്കി നിൽക്കുന്നുണ്ടോ? അത്തരമൊരു സംശയം ഇപ്പോഴും ബാക്കി നിൽക്കുന്നുണ്ട്. അത് തന്നെയാണ് ഏറ്റവും സുപ്രധാനം. ഇപ്പോഴും ഇതിലൊരു ദുരൂഹതയ്ക്കാണ് കൂടുതൽ സാധ്യത. അതായത് സ്വാഭാവികമായി നമ്മളിവിടെ എത്തി പരിശോധിക്കുമ്പോൾ ആ കിണറിന് കുട്ടിയേക്കാൾ ഉയരം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കുട്ടി ഒരിക്കലും ഈ 4 സ്റ്റെപ്പ്, അതായത് ഇതാണ് വീടിൻ്റെ ആ 4 സ്റ്റെപ്പ് ഇറങ്ങി ഒറ്റയ്ക്ക് 2 വയസ്സായ കുട്ടിക്ക് ഒറ്റയ്ക്ക് വരിക എന്നുള്ളത് നിലവിൽ ഇവിടെ എത്തി കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ അത് പ്രായോഗികമോ അല്ലെങ്കിൽ സ്വാഭാവികമായോ കുട്ടിക്ക് ഇറങ്ങാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അതിൽ തന്നെ പ്രാഥമികമായ ദുരൂഹതയുണ്ട്. ഇതിൽ പുലർച്ചെ അമ്മ എണീറ്റ് തൊട്ട് സമീപത്തുള്ള പുറത്താണ് ബാത്റൂം ഉള്ളത്. ബാത്റൂമിലേക്ക് പോകുന്ന സമയത്ത് അവിടെ എത്തിയപ്പോൾ ബാത്റൂമിനകത്തിരുന്നപ്പോൾ കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടു എന്ന് പറഞ്ഞു. കരച്ചിൽ കേട്ടപ്പോൾ കുഞ്ഞിൻ്റെ അമ്മുമ്മയോട്, അതായത് അമ്മയോട് കുഞ്ഞിനെ നോക്കാൻ പറഞ്ഞു. അതായത് അമ്മ എണീറ്റ് പോകുമ്പോൾ അച്ഛൻ്റെ അടുത്ത് കിടത്തിയിട്ടാണ് പോകുന്നത്. അമ്മുമ്മയോട് കുഞ്ഞിനെ നോക്കാൻ പറയുന്നു. അതിനുശേഷം അമ്മ ബാത്റൂമിലിരിക്കുന്നു. അതിനുശേഷം വീട്ടിനകത്ത് എന്തോ കത്തിക്കരിഞ്ഞ നിലയിൽ, അതായത് ഒരു മണ്ണെണ്ണയുടെ മണമുണ്ട് എന്നാണ് വീട്ടിനകത്ത് കയറി പരിശോധിച്ചവർ പറയുന്നത്. മണ്ണെണ്ണ ഒഴിച്ചെന്തോ തുണികളെല്ലാം കത്തിച്ച ഒരു കാര്യം കാണുന്നുണ്ട്. അല്ലാതെ അതുകൂടാതെ ഈ സ്ഥലം എന്ന് പറയുന്നത് ചെറിയൊരു വീടിൻ്റെ പിറകാണ്. റോഡ് സൈഡിലാണെങ്കിലും വീടിൻ്റെ പിറകാണ്. ഈ പിറകിലേക്ക് നടന്ന ഒരാൾ വന്ന് ഇവിടെ ഒരു കുട്ടിയെ എടുത്തുകൊണ്ട് പോകാനുള്ള സാധ്യത കുറവാണ്. അതുകൂടാതെ ഇന്ന് കുട്ടിയുടെ അമ്മയുടെ അച്ഛൻ മരിച്ചിട്ട് ഇന്ന് 16 ചടങ്ങ് നടക്കുന്ന ദിവസമാണ്. അതുകൊണ്ടാണ് ഇവിടെ കുറച്ചുപേർ ഉണ്ടായിരുന്നു. അമ്മയുടെ സഹോദരനും കുട്ടിയുടെ അച്ഛൻ സാധാരണഗതിയിൽ വീട്ടുകാരുമായി ചെറുതായി അകന്നു കഴിയുകയായിരുന്നു. ഈ ചടങ്ങായതുകൊണ്ടാണ് ഇവിടേക്ക് എത്തിയത് എന്നാണ് പറയുന്നത്. അത്തരത്തിൽ ഈ ഒരു ചടങ്ങ് ഇന്ന് നടക്കാനിരിക്കുകയാണ് ഇത്തരമൊരു ദുരൂഹതയുള്ള ഒരു സംഭവം നടന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം കുട്ടിയുടെ വീട്ടുകാർ പോലീസിൽ തങ്ങളുടെ വീട്ടിൽ നിന്ന് പണം നഷ്ടപ്പെട്ടു എന്ന ഒരു പരാതി കൊടുത്തിരുന്നു. അതിനുശേഷം പോലീസ് വീട്ടുകാരോട് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അവരുടെ മൊഴിയിൽ പരസ്പര വൈരുദ്ധ്യമുണ്ടായിരുന്നു. അതേ തുടർന്ന് പോലീസ് കേസ് പോലും എടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിൽ തന്നെ വലിയ ദുരൂഹതയുണ്ട്. കാരണം എന്തിനാണ് ആ സമയത്ത് വീട്ടിൽ ഏകദേശം 30 ലക്ഷം രൂപ കാണാനില്ല എന്ന് പറഞ്ഞായിരുന്നു, വീട്ടിൽ നിന്ന് കാണാനില്ല എന്ന് പറഞ്ഞായിരുന്നു ഈ പരാതി നൽകിയത്. പക്ഷേ പോലീസ് മൊഴിയെടുക്കുമ്പോൾ അത്തരത്തിൽ ഒരു ദുരൂഹത അല്ലെങ്കിൽ അത്തരത്തിലൊരു മറുപടിയോ പറയാൻ അല്ലെങ്കിൽ കൃത്യമായ മറുപടി പറയാൻ വീട്ടുകാർക്ക് കഴിഞ്ഞില്ല. എന്തായാലും ഇനി ദുരൂഹത ഇതിൽ മാറേണ്ടതുണ്ട്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഈ പ്രദേശത്ത് സമീപത്തെ സ്ഥലങ്ങളെല്ലാം അറിയാവുന്ന ആളുകൂടിയാണല്ലോ. എങ്ങനെ കാണുന്നു ഈ ഒരു പ്രദേശവും ഇത്തരത്തിൽ പുറത്തുനിന്ന് ഒരാൾ വന്ന ഇത്തരത്തിൽ ഒരു സംഭവം നടത്താനോ അല്ലെങ്കിൽ ഒരു ക്രിമിനൽ നടപടി നടത്താനുള്ള സാധ്യതയുണ്ട്? അല്ല, ഇന്ന് ഈ വാർത്ത ഞെട്ടിക്കുന്ന വിവരം, വളരെ സങ്കടപ്പെടുത്തുന്ന ഈ വിവരം ഇന്ന് രാവിലെയാണ് അറിഞ്ഞത്. അപ്പോൾ ഇന്ന് ഇവിടെ എത്തിച്ചേരുമ്പോൾ എനിക്കറിയാൻ കഴിഞ്ഞത് ഇന്നലെ ഇവിടെ എന്തോ ചെറിയ അനിഷ്ട സംഭവം വീട്ടിനുള്ളിൽ നടന്നതായിട്ട് പിന്നെ നാട്ടുകാരും ഇവിടുത്തെ പൊതുപ്രവർത്തകരും പറയുന്നുണ്ട്. വീടിൻ്റെ കട്ടിലുൾപ്പെടെയുള്ള ഭാഗം ചെറുതായിട്ട് കത്തിയിട്ടുണ്ട്, ഒരു തീപിടുത്തത്തിൻ്റെ ലക്ഷണങ്ങളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടു ഏതെങ്കിലും തരത്തിലുള്ള ദുരൂഹത ഉണ്ടായിട്ടുണ്ട് എങ്കിൽ, എന്തെങ്കിലും അനിഷ്ടകരമായ സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വളരെ പെട്ടെന്ന് തന്നെ പുറത്തു കൊണ്ടുവരും എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ നൽകിയിട്ടുള്ള ഉറപ്പ്. വീട്ടുകാരോട് സംസാരിക്കാൻ കഴിഞ്ഞു? വീട്ടുകാരുടെ മൊഴിയിലെല്ലാം വലിയ വൈരുദ്ധ്യമുണ്ട്. അല്ല, വീട്ടുകാരോട് ഈ വിഷയത്തെ സംബന്ധിച്ച് സംസാരിച്ചിട്ടില്ല. കാരണം അങ്ങനെ നമ്മൾ സംസാരിക്കാനും പാടില്ല. പോലീസ് ഓഫീസേഴ്സിൻ്റെ ഒരു സർവൈലൻസിലാണ് അവർ. അപ്പോൾ തീർച്ചയായിട്ടും എന്തെങ്കിലും തരത്തിലുള്ള ദുരൂഹത ഉണ്ടെങ്കിൽ അത് പുറത്തു വരും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. SKN, ഇതോടൊപ്പം നമുക്ക് പറയേണ്ടത്, ആദ്യം ഈ വീട്ടുകാർ പറഞ്ഞ മറ്റൊരു മൊഴി ഈ മതിൽ ചാടിക്കടന്നു, അതായത് ഇവർക്ക് 2 മക്കളാണ്. രണ്ടാമത്തെ കുട്ടി പറഞ്ഞത് ഒരു നിഴൽ കണ്ടു എന്നുള്ളതാണ്. ഈ മതിൽ ചാടിക്കടന്ന് ഒരാൾ പോകുന്നതായിട്ട് കണ്ടു എന്നാണ്. പക്ഷേ അത്തരത്തിൽ വലിയ ഹൈറ്റുള്ള സ്ഥലമാണ്. ഏകദേശം ഒരു 8 അടി അല്ലെങ്കിൽ 9 അടിയോളം ഉയരമുള്ള ഒരു ഹൈറ്റുള്ള സ്ഥലമാണ്. ഇത് ഒരുപക്ഷെ ചാടിക്കടന്ന ഒരാൾക്ക് അകത്തേക്ക് കയറാനോ പുറത്തേക്ക് ഇറങ്ങാനോ വലിയ ബുദ്ധിമുട്ടാണ്. അതിൽ തന്നെ ആ മൊഴിയിലെല്ലാം തന്നെ ചില വൈരുദ്ധ്യങ്ങളോ ചില സംശയങ്ങളോ
സംശയങ്ങളോ ഉണ്ട്. പ്രാഥമികമായി പോലീസിനും സംശയത്തിലേക്ക് കടത്തിയത് അത് തന്നെയാണ്. അതുകൂടാതെ ഇത്തരത്തിൽ വീട്ടിൽ നിന്ന് കുട്ടിയെ കാണാതായ സാഹചര്യത്തിൽ ഒരു ഘട്ടത്തിൽ പോലും വീട്ടുകാർ കിണറ്റിനുള്ളിലേക്ക് പോകാൻ അല്ലെങ്കിൽ കിണറ്റിൽ പരിശോധിക്കണം എന്നൊരു ആവശ്യം അവർ മുന്നോട്ട് വെച്ചില്ല. അവർ ഈ പരിസരത്തെല്ലാം ഒരുപക്ഷെ അവർക്ക് ഈ പറഞ്ഞതുപോലെ അവരെ നമ്മൾ കുറ്റക്കാരാക്കുകയല്ല, അവരുടെ സംശയത്തിന് നിഴലിൽ നിർത്തുന്നതല്ല. പക്ഷേ അത്തരമൊരു സംശയം, കാരണം വീടിനോട് ഏറ്റവും ചേർന്നാണ് ബാത്റൂമും ഉള്ളത്, ഏറ്റവും ചേർന്നാണ് കിണറുമുള്ളത്. അവർ ഈ പരിസരത്തുമെല്ലാം പരിശോധിച്ചെങ്കിലും കിണറ്റിലേക്ക് നോക്കാനോ അല്ലെങ്കിൽ പരിശോധിക്കാനോ അവർ തയ്യാറായില്ല. അത് പോലീസ് എത്തി, നെയ്യാറ്റിൻകര ഡിവൈഎസ്പിയുടെ നിർദ്ദേശത്തെ തുടർന്ന് കിണറ്റിലേക്ക് നോക്കുകയും അതിനുശേഷം തൊട്ടു പിന്നാലെ തന്നെ അദ്ദേഹത്തിൻ്റെ തന്നെ ഇടപെടലിനെ തുടർന്ന് ഇവിടേക്ക് ഫയർഫോഴ്സിനെ വിളിച്ചു വരുത്തുകയുമായിരുന്നു. എന്തായാലും ഇതിലെല്ലാം ചില ദുരൂഹതകളുണ്ട്. ഈ ദുരൂഹതകൾ മാറേണ്ടതുണ്ട്. ഇതൊന്നും ഒരു വലിയ കോമ്പൗണ്ടല്ല, ചെറിയൊരു കോമ്പൗണ്ടാണ്. എന്ത് നടന്നാലും പരസ്പരം ശബ്ദമെല്ലാം കേൾക്കാവുന്ന കോമ്പൗണ്ടുമാണ്. SKN ബാലകൃഷ്ണനാണ് ബാലരാമപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. കിണറ്റിൽ മരിച്ചു കിടന്ന 2 വയസ്സുകാരി ദേവേന്ദുവിൻ്റെ മരണത്തിൽ ദുരൂഹത ബാക്കിയാകുന്നു. പോലീസിന് കൊലപാതകമാണോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. എന്തായാലും ബന്ധുക്കളെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോഴുള്ള അന്വേഷണം നടക്കുന്നത്. അവരെല്ലാവരും തന്നെ പോലീസ് കസ്റ്റഡിയിലാണ് എന്നുകൂടി വാർത്ത വരുന്നു. എന്തായാലും ഈ കുഞ്ഞ് നടന്നുപോയി കിണറ്റിൽ വിടാനുള്ള ഒരു സാധ്യതയും കാണാത്തത് കൊണ്ട് ഇതിൻ്റെ പിന്നിൽ മറ്റെന്തോ ആണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു കഴിഞ്ഞു.